UDF കക്ഷി നേതാക്കളുടെ യോഗം ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വസതിയിലാണ് യോഗം. ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കവുമാണ് പ്രധാനപ്പെട്ട അജണ്ട. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ വിജയവും ചേലക്കരയിലുണ്ടായ പരാജയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ UDF എന്ന നിലയിലിരുന്ന് ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി UDF യോഗം ചേരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രത്യേകത. ഇന്ന് കക്ഷി നേതാക്കൾ മാത്രമായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക. ഇന്നത്തെ യോഗത്തിന് ശേഷം ക്രിസ്മസിന് തൊട്ടു പിന്നാലെ UDFിൻ്റെ നേതൃയോഗം കൂടി ചേരും. ഇതോടുകൂടി ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും UDF ആലോചിക്കുന്നത്. അത് ഒന്ന്, UDFിൻ്റേതായ നിലയിലുള്ള തുടർ സമര പരിപാടികൾ. കോൺഗ്രസ് നിലവിൽ വൈദ്യുത നിരക്ക് വർധനവയ്ക്കെതിരെ ഉൾപ്പെടെ വിവിധ സമരങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് നടത്തി വരികയാണ്. എന്നാൽ UDF എന്ന നിലയിലുള്ള സമരപരിപാടികൾ ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ്. അതിനിടയിൽ തന്നെ മുന്നണി വിപുലീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകും. നേരത്തെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനെ UDFിനൊപ്പം കൂട്ടണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ഇന്നത്തെ യോഗത്തിൽ നടക്കുകയും ചെയ്യും. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് മുതിർന്ന നേതാവ് AK ആന്റണി തന്നെ UDF നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം UDFിന് നേടാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ആ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി ആവർത്തിച്ചാൽ മാത്രമേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് പ്രതീക്ഷയുള്ളൂ എന്നുള്ളതാണ് UDFിൻ്റെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം, അത് മുസ്ലിം ലീഗും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള മുനമ്പം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമാണ്. അത് പരസ്യമായി തന്നെ ചില നേതാക്കൾ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒരു അഭിപ്രായം പറയുകയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ മറ്റൊരു അഭിപ്രായം പറയുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം KPCC പുനഃസംഘടനയും ചാണ്ടിയുമ്മൻ ഉയർത്തിയ വിവാദവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്നത്തെ UDF യോഗത്തിൽ ചർച്ച ചെയ്യില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അത് അവർ തന്നെ ചർച്ച ചെയ്തോട്ടെ, അത് UDFിൽ ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് മറ്റ് കക്ഷി നേതാക്കളുടെ നിലപാട്. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.